നല്ല ഉച്ചയാണെങ്കിൽ അപ്പം അദ്ദേഹം പറയും ഇത് ഇരുട്ടാണെന്ന്. അങ്ങനെയല്ലേ കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. പിണറായിയുടെ കാലത്തോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ഈ സമയങ്ങളൊക്കെ തന്നെ മറ്റൊരു വിഷയം ഇത് അനാവശ്യമായിട്ട് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് എവിടെ നമുക്ക് കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ എയറിലാണ്, അതിനോടൊപ്പം ഈ ചോദ്യങ്ങളും എയറിലുണ്ട്. ഷാമിലി, നമ്മൾ ഓപ്പൺമെന്റിൽ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സംഭവബഹുലമായിട്ടുള്ള ഹെലികോപ്റ്റർ യാത്രയും അതിനെ തുടർന്നുള്ള വിവാദങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ വിവാദം സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്ന ഒരു സമയത്ത് ഞാൻ യഥാർത്ഥത്തിൽ വിചാരിച്ചത് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചാൽ അതെല്ലാം അപ്രസക്തമാകും, പിന്നീട് മുഖ്യമന്ത്രി പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റെല്ലാ വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ അങ്ങ് കെട്ടടങ്ങുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അദ്ദേഹം കൂടുതൽ പ്രതിരോധത്തിലാവുകയും അദ്ദേഹത്തിനെതിരായ കൂടുതൽ ആരോപണങ്ങൾ വരികയൊക്കെ ചെയ്യുന്നൊരു ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് അല്ലേ. അങ്ങനെ കുറച്ചുകൂടി അദ്ദേഹം ഉത്തരം പറയേണ്ടുന്ന കാര്യങ്ങളിലേക്ക് പോയി. അതിലൊന്നാമതാണ് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിലേക്ക് യാത്ര നടത്തിയെന്നുള്ള ആരോപണങ്ങൾ വന്നല്ലോ. അങ്ങനെയുള്ള വിവാദങ്ങൾ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നു. അപ്പൊ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് നിക്ഷേപകരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതിൽ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഊരും പേരും ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ അത് വലിയൊരു കൂടുതൽ അദ്ദേഹത്തിനെതിരെയുള്ള ചോദ്യങ്ങൾ വരികയാണ് ചെയ്തത്. കൂടുതൽ പ്രതിരോധത്തിലായി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനവും ഞാൻ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം നിരവധി വിമർശനങ്ങൾ നടത്തിയൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അത് 2023 ഓഗസ്റ്റ് 31 ഒരു വിമർശനം നടത്തിയിരുന്നു. 80 ലക്ഷം മാസം വാടക നൽകി പിണറായി നടത്തുന്നത് ധൂർത്തിന്റെ അങ്ങേയറ്റമാണെന്ന്. അതൊരു വിമർശനം. അക്കൂട്ടത്തിൽ തന്നെ പെടുന്നതാണ് ചെലവ് ചുരുക്കണമെന്ന് പറയുന്ന പിണറായിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ യാത്ര ഒഴിവാക്കണം. രണ്ടാമത്തെ വിമർശനമായിട്ട് പറഞ്ഞത് 2025 ഡിസംബർ 25 പറഞ്ഞൊരു വിമർശനമാണ്. പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ കോടികൾ വായുവിൽ പറത്തിക്കളയുന്നു. പിന്നെന്ന് പറയുന്നത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പണം നൽകുന്നതിന് പിന്നിൽ തട്ടിപ്പുണ്ടെന്ന്. അങ്ങനെയൊക്കെ അദ്ദേഹം വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പ്രതിരോധത്തിലായി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ടതാണല്ലോ ഈ നിക്ഷേപകർ ആര് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ആ ഒരു കാര്യത്തിൽ തന്നെ പലയധികം ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഗിളും അതുപോലെ തന്നെ AI ഒക്കെ നോക്കി, AI സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അതിൽ PD സതീശൻ നേരത്തെ പറഞ്ഞത് ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെ കാണാൻ വരുന്ന സംഘമാണ് അദ്ദേഹത്തിനെ കാണാൻ വന്നത്. അപ്പോൾ അവർ നടത്തി ഒരു ചർച്ച നടത്തി. ഞാൻ അവരെ കാണാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് നഷ്ടമായേക്കും എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ഞാൻ ഗൂഗിളിൽ ഒന്നായിട്ട് പരതി വിജയ് അങ്ങനെ ഒരു നിക്ഷേപകരായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളൊരു വാർത്തകളും വിവരങ്ങളും ഒന്നും എവിടെയും കിട്ടിയിട്ടില്ല. അതായത് ഈ 2-3 അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ അതായത് ഈ മുഖ്യമന്ത്രി ഈ കാര്യം പറയുന്ന ആ ദിവസമോ അതിന്റെ തലേ ദിവസമോ അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വിവരങ്ങൾ എവിടുന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. നമ്മുടെ പ്രതീക്ഷകളെല്ലാം അടപടലം തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. എന്തൊക്കെയാണ് ഷാമിലിക്ക് തോന്നുന്നത്? ഇതിലെ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? എന്നാലും സുബിന് ഈ ഇത്രയും സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ഈ വർത്തമാനത്തെ കാലത്ത് ഇരുന്നിട്ട് അദ്ദേഹം ബുധനാഴ്ചയോ അല്ലെങ്കിൽ അതിന് പുതിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ചയോ വന്നൊരു പത്രസമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ ഏത് വിഷയമാണ് ഇതുവരെ റദ്ദ് ചെയ്തു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായി ഫലപ്രദമായി ആളുകൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ അദ്ദേഹം മറുപടി തരാൻ പല ഘട്ടങ്ങളിലും മുതിരാറില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ നല്ല ഉച്ചയാണെങ്കിൽ അപ്പം അദ്ദേഹം പറയും ഇത് ഇരുട്ടാണെന്ന്. അങ്ങനെയല്ലേ കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഹെലികോപ്റ്ററും ആ ഗണത്തിലാണ് നിലവിൽ പെട്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പുറത്ത് നല്ല മഴയാ നടക്കുന്നത്. കാലാവസ്ഥ ഭയങ്കര മോശമാണ്. നമുക്കെല്ലാത്തിലും ആ കാലാവസ്ഥയിൽ ഭയങ്കര ആശങ്കയുണ്ട്. സത്യത്തിൽ ഹെലികോപ്റ്ററിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതും വ്യക്തിപരമായ ആവശ്യത്തിന് അത് ഉപയോഗിക്കുമ്പോൾ കാലാവസ്ഥ കൂടുതൽ മോശമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ്
വീണ്ടും വീണ്ടും എയറിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയും വീണ്ടും അദ്ദേഹം എയറിൽ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് അവിടെ ആണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം എടുത്ത് പറഞ്ഞ കാര്യം, ഞാൻ പോയത് ഭാര്യാപിതാവിനെ കാണാനല്ല, എൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കല്ല ഞാൻ പോയിരിക്കുന്നത്, ഞാൻ ഇൻവെസ്റ്ററെ കാണാൻ പോയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഇൻവെസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എന്നിട്ട് ആ പേര് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതാക്കാൻ എന്ന നിലക്ക് മാധ്യമങ്ങളെയാണ് പഴിക്കുന്നത്. നമ്മളൊരു വിവരം എടുക്കുകയാണല്ലോ, ചിലപ്പോൾ വലിയ സർക്കാരിൻ്റെ ഔദ്യോഗിക രഹസ്യങ്ങളൊക്കെ ആയിരിക്കാം ആരാണ് ഇൻവെസ്റ്റർ എന്നതൊക്കെ ഉള്ളത്, പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പം നിലവിൽ പോലീസ് ഡേറ്റ പ്രകാരം ഞാൻ വായിക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പരിപാടികൾ എന്നുള്ളത്. 31-ാം തീയതിയാണ് ഈ ഹെലികോപ്റ്റർ യാത്ര നടന്ന ദിവസം, 31/7/2026. അന്ന് അദ്ദേഹത്തിന് നവകേരളം പരിപാടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. പിന്നെ കവടിയാറിൽ നിന്ന് 10:15 ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോകുന്നത്. പക്ഷേ മോശം കാലാവസ്ഥ കൊണ്ട് അദ്ദേഹത്തിന് ഇറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെയാണ് 11:45 വീണ്ടും കൊച്ചിയിലേക്ക് വന്നിട്ട് പിന്നെ അദ്ദേഹം ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. നേരെ ആലുവ ദേശത്തേക്കുള്ള വീട്ടിലാണ് അദ്ദേഹം പോയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഭാര്യാപിതാവിനെ കാണാനും പോയി, ആശുപത്രിയിൽ ചെലവഴിച്ചു, വരുന്നു. മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിന് പിറ്റത്തെ ദിവസമാണ് ഈ ഐ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. കളമശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹം ഒരു പരിപാടിക്ക് പോകുന്നുണ്ട്. പുത്തൻവേലിക്കര ഒരു പാരിഷ് ഹാളിൽ അദ്ദേഹം പരിപാടിക്ക് പോകുന്നുണ്ട്. SCMS പ്രോഗ്രാമിന് പോകുന്നുണ്ട്. പിന്നെയാണ് അദ്ദേഹം വിരുന്നുണ്ണാൻ മലപ്പുറത്തടക്കം പോയത്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൽ ഈ യാത്രയോടുകൂടി VD സതീശന് സ്വന്തമായ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് സ്വന്തമായ ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്, ഒരു മുഖ്യമന്ത്രി. അത് അദ്ദേഹം അതിൽ നടാടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ അദ്ദേഹമാണ് ആദ്യം ട്രോഫി കൈവരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതൊരു പൊൻതൂവലായിട്ട് അദ്ദേഹം കാണുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇതിൽ നേരത്തെ സുബിൻ പറഞ്ഞതുപോലെ വലിയ വിമർശനങ്ങളായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവർ പ്രതിപക്ഷമായിരുന്നപ്പോൾ ഉയർത്തിയിരുന്നത്. അപ്പോഴൊക്കെ വലിയ ധനപ്രതിസന്ധിയുടെ കാലത്ത് മുണ്ടുമുറുക്കി ഉടുക്കാൻ പറഞ്ഞ സമയത്ത് 80 ലക്ഷം രൂപ കൊടുത്തിട്ടൊരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വെച്ചിരിക്കുന്നു. ഇത് ധൂർത്ത്. ഇതാണ് വാർത്താശകലങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. എങ്ങനെയാണ് വന്നത്? ധനപ്രതിസന്ധിയുടെ കാലത്ത് എന്തിനാണ് സർക്കാർ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യണോ? ഇങ്ങനെയായിരുന്നില്ലേ ചോദ്യം. അപ്പോഴൊക്കെയും ഇത് സർക്കാരിൻ്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിമർശനങ്ങളായിട്ടാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി, അതായത് അതേ മുഖ്യമന്ത്രി ധനപ്രതിസന്ധിയുടെ കാര്യം ഈ മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഖജനാവിൽ പൂച്ച വെറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിയുമാണ്. പക്ഷെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ധനപ്രതിസന്ധിയുടെ സമയത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വെച്ചു എന്നുള്ള വിമർശനമല്ല, സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ചില്ലിക്കാശ് പോലും ഞാൻ യാത്ര നടത്തിയത് കൊണ്ട് സംസ്ഥാന ഖജനാവിന് നഷ്ടമില്ല, സംസ്ഥാന സർക്കാരിന് നഷ്ടമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രീ ആയിട്ട് കുറച്ച് മണിക്കൂറുകളുണ്ട് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ. ഒപ്പിട്ടത് പഴയ സർക്കാരാണ് കരാർ എടുത്തത്. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും ഉപയോഗിക്കണമല്ലോ. അത് കാലങ്ങളായി ഇപ്പോൾ എല്ലാത്തിനും തുടർന്ന് വരുന്നത്. ഒപ്പിട്ടത് അവരാണ്, അതുകൊണ്ട് നമ്മളിത് തുടരണമല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ ആലോചിക്കും, ഒരു ഹെലികോപ്റ്റർ നിർത്തിയിട്ട് അങ്ങനെ മോശമാവുക സുബിനെ? അതില് ഒരിക്കലുമല്ല. അതില് സാധാരണ നമ്മൾ പറയില്ല, ഒരു വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാല് ഇല്ല ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ വെക്കണം, അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ പോകും, പിന്നെ ഓയിലും വെള്ളമൊക്കെ ഇടയിലിടയിൽ നോക്കണം. ഹെലികോപ്റ്റർ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സുബിന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. മാത്രമല്ല ആംബുലൻസ് എന്താ ചെയ്യാറ്? നമ്മളെപ്പോഴും ഇഷ്ടപ്രകാരം എടുത്ത് ഓടിക്കുന്നില്ലല്ലോ. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമല്ല ആംബുലൻസ് ഉപയോഗിക്കാം. അതുപോലെയൊക്കെ തന്നെയല്ലേ ഹെലികോപ്റ്ററിന്റെ കാര്യം വരിക. ഇതില്ലേ ഷാമിലി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഈ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളിയെ കാണാതായല്ലോ. അപ്പോൾ 5-6 ദിവസമായിരുന്നു തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് അദ്ദേഹത്തിന്റെ മകൻ വളരെ വൈകാരികമായിട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുൻപ് മകനും മകളും വന്നിട്ട് ബൈറ്റ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിനെ കാണാതായിട്ട് പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ഇവിടുത്തെ സർക്കാരിന്റെ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് കുറേയധികം വീഴ്ചകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിക്കൂടെ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അതുകൂടി കണക്ട് ചെയ്തുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പം ഇങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള അടക്കം വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് വരെ ഈ ഹെലികോപ്റ്റർ പിന്നെ അത്യാവശ്യമാണ്, ഇങ്ങനെ ആപത്ഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യമാണ് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് 2020 ഏപ്രിലാണ് ആദ്യമായിട്ട് പവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട്
ആദ്യമായിട്ട് ഈ കരാറിൽ ഏർപ്പെടുന്നത്. അത് പിന്നീട് 2021 ഏപ്രിൽ ആയപ്പം പിന്നീട് പുതുക്കിയില്ല. വലിയ വിവാദങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടി അത് പുതുക്കിയില്ല. പിന്നീട് വരുന്നത് 2023 സെപ്റ്റംബറിലാണ്. അത് ഈ വർഷം 3 വർഷത്തേക്കാണ്. ഈ വർഷം സെപ്റ്റംബർ 19 വരെ ആ കരാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ തുടർന്നു പോരുന്നത്. അപ്പം ഇത്രയും കാലയളവിൽ ഇവിടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സ്വകാര്യ ആവശ്യത്തിന് ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടി ഉപയോഗിച്ചു എന്നല്ലാതെ പിണറായിയുടെ കാലത്തോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള ഈ സമയങ്ങളൊക്കെ തന്നെ മറ്റൊരു വിഷയം ഇത് അനാവശ്യമായിട്ട് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് എവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു കണക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ആവശ്യത്തിനാണ് ഇവിടെ ഈ സർക്കാർ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നുള്ള കണക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മാവോയിസ്റ്റ് നിരീക്ഷണം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം തീരദേശങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലുമുള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന പരിശോധന. മൂന്നാമത്തത് പ്രകൃതി ദുരന്തത്തിലെ ഇടപെടൽ. അതിന് പോലീസിന് അടക്കമുള്ള ഏജൻസികൾക്കുള്ള ഇടപെടൽ, അവർ മറ്റേ ഏകോപനത്തിനും കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ള ഇടപെടൽ. പിന്നെ മുഖ്യമന്ത്രി, ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്നെ VIP-കളുടെ യാത്രകൾ. അത് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം, എപ്പോഴും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ ഈ എയർ ആംബുലൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എയർ ആംബുലൻസ് ആയിട്ട് 1ഉം 2ഉം തവണയല്ല, 8 തവണ ഈ അവയവദാന ശസ്ത്രക്രിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഇങ്ങനെ 8 തവണയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവസാനം വന്നത് നമുക്കറിയാവുന്ന, നമ്മുടെ മനസ്സിലെപ്പോഴും കിടക്കുന്ന ഒരു ഇതാണ്, 2025 അവസാന കാലത്താണ് വന്നത്. അതായത് 2025 ഡിസംബറിൽ കൊല്ലം സ്വദേശിയായ ഷിബുവിൻ്റെ, ഒരു ഹോട്ടൽ തൊഴിലാളിയാണ്, ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗാകാമിക്ക് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളെ ഒരു സാർവദേശീയ പൗരരാക്കി കൂടി മാറ്റുന്ന ഒരു സാർവദേശീയ ഒരു സ്നേഹം കൈമാറ്റപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ്. അതിന് പിന്നിൽ അതിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഈ എറണാകുളം ജില്ലാ ആശുപത്രിക്ക് ഒരു ചരിത്ര നേട്ടം കൂടി കിട്ടിയിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ പിന്നെ ഒരു സർക്കാർ ആശുപത്രിയാണ് ഇങ്ങനെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടും കൂടി കാരണമായിട്ടുണ്ട് ആ ഹെലികോപ്റ്റർ ഉപയോഗം. അങ്ങനെ എല്ലാ തലത്തിലും നേട്ടങ്ങൾക്ക് വേണ്ടിയായിട്ടാണ് മാറിയത് മുൻകാലങ്ങളിൽ. പക്ഷെ ഇത് മാത്രമേ ഒരു കോട്ടയുള്ളൂ. അപ്പോൾ അത് മുഖ്യമന്ത്രിയാണ് ശരിക്കും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല, അല്ലെ? അതുണ്ടായില്ല. അതായത് സുബിൻ ശ്രദ്ധിച്ച ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ റീലുകളിലൊക്കെ സിവിക് സെൻസിനെ പറ്റി ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ റീലുകളൊക്കെ വരുന്നുണ്ട്. ഒരു പൗരബോധം എന്താണ്, അത് ഉത്തരവാദിത്വത്തോടും നമ്മുടെ ഒരു സമൂഹത്തോടുള്ള ഒരു സമീപനം അല്ലേ, നമ്മളെങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റിയൊക്കെയാണല്ലോ ഇങ്ങനെയുള്ള. അപ്പം സത്യത്തിൽ ഇത്തരം സിവിക് സെൻസ് റീലുകൾ വെറുതെ നമ്മുടെ മുകളിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ കൂടി കാണുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ തോന്നി. ഇപ്പോൾ സുബിൻ കുറച്ച് 8 അവയവദാനത്തിന്റെ കാര്യം പറയുന്നു. ഒരു നമ്മുടെ തന്നെ ഒരു സർക്കാർ ആശുപത്രിയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് മാതൃകയാക്കി ഉയർത്തിയ ഒരു കാര്യത്തിന് ഹേതുവായ ഹെലികോപ്റ്ററിനെ പറ്റി പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതൊക്കെ ഒരു കാര്യം ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സിവിക് സെൻസിന്റെയും അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഒരു ഔചിത്യബോധത്തിന്റെ ഒക്കെ ഒരു കാര്യമുണ്ട്. ഈ കാര്യങ്ങൾ ഇവിടെ ആബ്സെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നത്. നമ്മളാരും സിവിക് സെൻസ് വിട്ട് സംസാരിക്കുന്നില്ലേ. ഞാൻ ആർക്കാണ് ഇത്ര ധൃതി എന്ന് ഒരിക്കലും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ, സഞ്ചാര ആവശ്യത്തിൽ സമയം വളരെ പ്രധാനമാണ്. നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട്. ഒരു സാധാരണ സിവിലിയൻ ആണല്ലോ നമ്മളൊക്കെ, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട്. അതുകൊണ്ട് പക്ഷേ നമ്മുടെ ഈ സമയത്തിനനുസരിച്ചല്ല നമ്മുടെ ഭരണ സംവിധാനങ്ങളും ഭരണ തലത്തും ഒക്കെ ചലിപ്പിക്കേണ്ടത്. അതിന് ഏറ്റവും കൂടുതൽ ചലിപ്പിക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സമയത്തിന് വലിയ വിലയുണ്ട്. അത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളം പോലുള്ള ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ റോഡ് സൗകര്യങ്ങളിലൊക്കെ അപര്യാപ്തതയുണ്ട്, മാറി വരുന്നുണ്ട്. വാഹനപ്പെരുപ്പം ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഒരു മുഖ്യമന്ത്രിക്ക് വളരെ അത്യാവശ്യമായി പോകുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ പോലെ സമയമെടുത്ത് പോകേണ്ട ആളല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് കൂടിയാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ഒരു സ്ഥാനത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ സംസ്ഥാനം നോക്കാൻ നമ്മളല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, മറ്റാരുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കണം എന്ന് തന്നെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിൽ ഈ പറയുന്ന ഒരു ഔചിത്യബോധവും അതിലൊരു സിവിക് സെൻസും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെ
ഈ ഘട്ടങ്ങളിൽ ഊരും പേരും ഇല്ലാത്ത ഇൻവെസ്റ്റർ എന്ന നിലക്കൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ നമുക്കതങ്ങ് ബോധ്യപ്പെടില്ല. നമുക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ, മനസ്സിലാകുന്ന രീതിയിലെങ്കിലും അദ്ദേഹം പറഞ്ഞാൽ മതി. പക്ഷെ ഇത് കുറച്ച് പരിഹാസത്തിന്റെ മേമ്പൊടിയിലും അല്ലെങ്കിൽ കുറച്ചധികം അതായത് മനസ്സിലായില്ലേ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഈ രീതിയിലൊക്കെയുള്ള ചില പിന്നെ സംഭാഷണ ശകലങ്ങൾ വെച്ച് അദ്ദേഹം അങ്ങ് ഫില്ല് ചെയ്തു പോകാനൊക്കെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമുക്ക് എത്ര കണ്ടത് മനസ്സിലാകും എന്നുള്ളതാണ്. അതായത് ഒരു മുഖ്യമന്ത്രിയോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളും അദ്ദേഹത്തിന്റെ ആരോഗ്യം നമുക്ക് പ്രധാനമാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സമയം നമുക്ക് പ്രധാനമാണ്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റേതോ ഒരു ബന്ധുവിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതോ കേരളത്തിലെ നമ്മുടെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആ കാര്യം സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. അത് അദ്ദേഹത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ ആരോഗ്യം ശരിയാണ്, നമ്മുടെ ജനതയും കൂടെ നമ്മളത് ബോധേടാവേണ്ട ഒരു കാര്യമാണ്. അത് ഉറപ്പുവരുത്തേണ്ടതും അദ്ദേഹത്തിന്റെ സമയവും ക്രമവും ഒക്കെ പാലിക്കണം എന്നും വിചാരിക്കേണ്ട ഒരു ജനതയുടെ ഒരു ഉത്തരവാദിത്തം നമുക്കും ആ സെൻസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസംഖ്യം ആളുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയോ അവർ അങ്ങോട്ട് യാത്ര ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. അതിനെ ഇവിടെയുള്ള ജനതയോ നമ്മുടെ നികുതി പണമോ ഈ ഖജനാവിൽ നിന്നുള്ള പണമോ ഒന്നും ഉപയോഗിക്കുന്നതിനോട് എനിക്കെന്തായാലും യോജിപ്പില്ല. അതെ, അങ്ങനെ തന്നെയാണ്. ഇതില്ലേ ഒരു സംസ്ഥാന സർക്കാരിന് ഒരു ഹെലികോപ്റ്റർ ഈ കാലത്ത്, ഇതൊരു AI കാലാണ്, പുതിയ കാലാണ്, ഏറ്റവും പുതിയ കാലാണ്. ഈ AI കാലത്ത് ആവശ്യമാണ്. ഇപ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പിന്നെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പൊ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവര് സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഹെലികോപ്റ്റർ ഉപയോഗം നടത്തുന്നുണ്ട്, ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിന്റെ ഒരു ബോധ്യമുണ്ട്. ഇപ്പം നേരത്തെ പിന്നെ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന സമയത്ത് VD സതീശനൊക്കെ പറഞ്ഞാണല്ലോ ഇത് ധൂർത്താണെന്ന്. അപ്പോൾ ധൂർത്താണെങ്കിൽ തന്നെ അങ്ങനെ അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയ പരാമർശങ്ങളെ എല്ലാം ഒഴിവാക്കിയിട്ട് അദ്ദേഹം ഒന്നുകിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഒന്നുകിൽ ഇവിടെ വാടകയ്ക്ക് എടുക്കുന്ന ഈ ഒരു കരാറുണ്ടല്ലോ, ഇപ്പം ഈ വർഷം സെപ്റ്റംബർ 19 അവസാനിക്കും. അപ്പോൾ അതൊന്നുകിൽ നീട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തിക ഒരു പര്യാപ്തമായിട്ടുള്ള ഒരു ഘട്ടം വരുന്ന സമയത്ത്, ഭദ്രത വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്വന്തമായിട്ടൊന്ന് വാങ്ങാൻ കഴിയെങ്കിൽ വാങ്ങട്ടെ. അതിനൊന്നും നമ്മളിപ്പോ ഇവിടുത്തെ സാധാരണ പൗരരല്ലേ, നമുക്ക് അതിലൊന്നും ഒരു വിയോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന ഈ കേന്ദ്ര സർക്കാരിന് ഏകദേശം ഒരു 30-ലധികം ഹെലികോപ്റ്ററുകളുണ്ട്. അവർക്ക് പിന്നെ സ്വന്തമായിട്ടാണ്. അതായത് നേവി, പിന്നെ BSF, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പവർ ഹാൻഡ്സ്, അത് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആണ് ആ ഒരു ഹെലികോപ്റ്ററുകൾ. അങ്ങനെ ഇത്രയധികം ഹെലികോപ്റ്ററുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് പല ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, സ്വകാര്യ ആവശ്യത്തിനല്ല, പല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത്ര വലിയൊരു സർക്കാരല്ല സംസ്ഥാന സർക്കാർ, എങ്കിലും ഇതൊരു സർക്കാർ സംവിധാനമല്ലേ. ഇവിടെ ജനങ്ങളില്ലേ, ഇവിടെ സ്വാഭാവികമായിട്ടും പല അടിയന്തര ഘട്ടങ്ങളില്ലേ, അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇത് ആവശ്യമല്ലേ. അപ്പൊ എന്തുകൊണ്ട് പിന്നെ ഈ കരാർ നീട്ടിക്കൂടാ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് വാങ്ങിക്കൂടാ? അപ്പം മുൻകാലങ്ങളിൽ അദ്ദേഹം പ്രയോഗിച്ച എല്ലാം മറന്നു കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് മാറണം എന്നാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം മറന്നു, ആളുകൾ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര നടത്തിയതിനൊന്നും ഞാൻ വിമർശിച്ചിട്ടേ ഇല്ല എന്നാണ്. ഇപ്പൊ സുബിൻ പറഞ്ഞു 2023 ആയി, 2025 ആ വാക്കുകളടക്കം പറഞ്ഞില്ലേ. അദ്ദേഹത്തെ ആളുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പഴയ എന്താ മറക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും അല്ല സത്യത്തിൽ ഒരു പ്രതിരോധമാക്കി ഉയർത്തേണ്ടത് എന്നുള്ളതാണ്. അതാണ് സത്യത്തിൽ, അങ്ങനെ ഉയർത്തുന്നതാണ് ഒരു ധൂർത്ത്. നമുക്ക് ഒരുപാട് വാക്കുകളും വാചകങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ ഈ വക ധാരാളിത്തമായിട്ട് അതിനെ കാണുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണഗതിയിൽ പോലീസ് നിരീക്ഷണം, ദുരന്ത നിവാരണം, VIP യാത്ര, VVIP യാത്രകൾ, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എയർ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഓർമ്മ വേണം എന്നുള്ളതാണ്. അതെന്തായാലും ഓർക്കണം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പാലിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഓർമ്മകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അത് മാത്രമേ ഓർമ്മയുണ്ടാവൂ. ഒന്ന് മാറ്റിവെച്ചോ, അത് മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഓർത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾക്ക് അടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രിക്ക് ഒരു അതെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇപ്പൊ എയറിലാണ്, അതിനോടൊപ്പം ഈ ചോദ്യങ്ങളും എയറിലുണ്ട്. ഇതൊക്കെ പാലിക്കുമോ, ഇതൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അത് ഒരു
കൺവിൻസിങ് ആയ ഒരു മറുപടി പറയാൻ അദ്ദേഹം ഈ ഒരു കരാറൊക്കെ നിലനിർത്തുക അല്ലെങ്കിൽ സ്വന്തമായ ഹെലികോപ്റ്റർ വാങ്ങുകയോ ചെയ്താൽ അദ്ദേഹത്തിന് ഒരിക്കലും നാണക്കേട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം എല്ലാം ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയാം. അപ്പൊ ആരും ഇദ്ദേഹത്തെ തള്ളി പറയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും.